നമസ്കാരം. പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ വീക്കും അവസാനിക്കുകയാണ്. ഈ ഒരു അവസാനത്തെ ട്രേഡിംഗ് സെഷനിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് സ്റ്റാർട്ട് നൽകിയെങ്കിലും അവസാന നിമിഷങ്ങളിൽ ഒരു വലിയ തോതിലൊരു സെല്ലിംഗ് പ്രഷറാണ് കണ്ടത്. നമുക്ക് ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക് പോലുള്ള ഫൈനാൻഷ്യൽ സ്റ്റോക്കുകളിലും IT സ്റ്റോക്കുകളിലൊക്കെ തന്നെ വലിയ തോതിലൊരു സെല്ലിംഗ് പ്രഷർ കടന്നു വന്നു. ഇത് നിഫ്റ്റി വലിയ തോതിൽ ഡ്രാഗ് ചെയ്തതായിട്ട് കാണാം. തുടർന്ന് 25,111 എന്ന റേഞ്ചിൽ 101 പോയിന്റിന്റെ ഒരു നഷ്ടത്തിലാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. അതായത് ആ ഒരു നേട്ടത്തിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് കാര്യമായി സാധിക്കുന്നില്ല. Q1 ഏർണിംഗ്സ് സ്റ്റാർട്ട് ചെയ്തതോട് കൂടിയിട്ട് കമ്പനികളുടെ റിസൾട്ടിന്റെ ഇമ്പാക്റ്റ് കമ്പനികളിൽ ഓഹരികൾ പ്രകടമാകുമ്പോൾ അത് നിഫ്റ്റിയുടെ അല്ലെങ്കിൽ സൂചികയെ സംബന്ധിച്ചും എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. സെൻസെക്സ് 375 പോയിന്റിന്റെ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇൻട്രാഡേ ലോയ്ക്ക് അടുത്തായിട്ടാണ് രണ്ട് സൂചികകളും ക്ലോസ് ചെയ്തതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി 340 പോയിന്റിന്റെ ഒരു നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ആക്സിസ് ബാങ്കും ICICI ബാങ്കും തന്നെയാണ് നിഫ്റ്റി ബാങ്ക് സൂചികയെയും ഏറ്റവും അധികം ഡ്രാഗ് ചെയ്തതെന്ന് പറയേണ്ടിയിരിക്കുന്നു. IT സ്റ്റോക്സുകളിലും നമുക്ക് വേഴ്സ് പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞൊരു സെഷനിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഏഷ്യൻ വിപണികളുടെ പ്രകടനം വിലയിരുത്താം. ഏഷ്യൻ വിപണികളെ സംബന്ധിച്ച് പല സൂചികൾക്കും നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ സെഷനിൽ US വിപണി നല്ലൊരു പോസിറ്റീവ് നോട്ടിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. S&P 500 0.5% നേട്ടത്തിൽ വീണ്ടും ഒരു പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്ക് 0.7% നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഡൗ ജോൺസും 0.5% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഏഷ്യൻ വിപണികളെ സംബന്ധിച്ച് ജപ്പാനെ സംബന്ധിച്ച് ഇൻഫ്ലേഷൻ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എസ്റ്റിമേറ്റിനനുസരിച്ച് 3.3 എന്നുള്ള റേഞ്ചിലായിട്ട് ഇൻഫ്ലേഷൻ താഴ്ന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജപ്പാന്റെ പോസിറ്റീവായിട്ടുള്ളൊരു ഡാറ്റകളും ഏഷ്യൻ വിപണികളിൽ ജപ്പാൻ സൂചികളെ സംബന്ധിച്ച് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒരു പോസിറ്റീവ് നോട്ടിലാണ് ഏഷ്യൻ വിപണികളിൽ പല സൂചികളും വ്യാപാരം ചെയ്യുന്നത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയും ഒരു പോസിറ്റീവ് സ്റ്റാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. തുടക്ക വ്യാപാരത്തിൽ ഒരു നേട്ടം നിലനിർത്താൻ ഗിഫ്റ്റ് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. 25,203 എന്ന റേഞ്ചിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് നമുക്കൊരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇന്നിപ്പോൾ റിലയൻസ് അടക്കമുള്ള പല മേജർ കമ്പനികളുടെയും റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാനിരിക്കുന്നുണ്ട്. ഇനി തിങ്കളാഴ്ച ആകുമ്പോഴേക്കും നാളെ കുറേ അധികം HDFC ബാങ്ക് പോലുള്ള പല പ്രധാനപ്പെട്ട ബാങ്കിങ് ഓഹരികളുടെയും റിസൾട്ടുകൾ വരാനിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഇമ്പാക്ട് നമുക്ക് ഇന്ന് തന്നെ നമുക്ക് വിപണിയിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ബാങ്കിങ് ഓഹരികളിലൊക്കെ തന്നെ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. തിങ്കളാഴ്ച റിസൾട്ട് വന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും കാണാൻ സാധിക്കും. ഇത്തരത്തിൽ റിസൾട്ടുകളുടെ ഒരു ഇമ്പാക്ട് ഇന്നത്തെ ഒരു സൂചികയിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് നോക്കേണ്ടതുണ്ട്. ഒരു പോസിറ്റീവ് സ്റ്റാർട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ലെവലുകൾ നോക്കാം. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 25,255 എന്നുള്ള റേഞ്ചിലായിരിക്കും. അതോടൊപ്പം തന്നെ തുടർന്ന് 25,408 എന്ന റേഞ്ചിലായിരിക്കും എക്സ്പെക്ട് ചെയ്യേണ്ടത്. സപ്പോർട്ട് 25,001 എന്ന റേഞ്ച് തന്നെയാണ്. നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് 56,937 എന്ന റേഞ്ചിലാണ് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത്. തുടർന്ന് 57,628 എന്ന റേഞ്ചിലും സപ്പോർട്ട് 56,594 എന്ന റേഞ്ചിലുമാണ് പ്രതീക്ഷിക്കേണ്ടത്. രൂപത്തെ പറയുന്നത് 24,920, 24,900 എന്ന റേഞ്ചിലായിരിക്കും നിയർ ടേമിൽ നമുക്കൊരു സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത്. 25,260 അപ്സൈഡ് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് എന്ന് തന്നെയാണ്. അതായത് ഒരു കൺസോളിഡേഷൻ ബ്രേക്ക് ഔട്ട് ഇപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അത് വീക്ക്നെസ് ഡൗൺ സൈഡിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള ഒരു അഭിപ്രായമാണ് രൂപത്തെ പങ്കുവെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട് ലെവലാണ് 24,920, 24,900 എന്ന റേഞ്ച്. ഇനി ചോയ്സ് ഇക്വിറ്റി ബ്രോക്കിങ്ങിലെ ഹർദിക് മത്താലിയ അഭിപ്രായപ്പെടുന്നത് 25,000 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമെന്ന് തന്നെയാണ്. തുടർന്ന് 24,900, 24,700 എന്ന റേഞ്ചിലാണ് അടുത്ത സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്സൈഡിൽ 24,250 തന്നെയാണ് അദ്ദേഹം ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ്. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ 25,400, 25,500 എന്ന റേഞ്ചിൽ അടുത്ത റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സോണും ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പിലോട്ട് നിഫ്റ്റി തിരിച്ച് കയറി എന്ന് കൺഫേം ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി പതിവ് പോലെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. റിലയൻസ് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനി. കാരണം കഴിഞ്ഞ സെഷനിൽ ജിയോയുടെ റിസൾട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. റിലയൻസിൻ്റെ റിസൾട്ട് ഇന്നാണ് അനൗൺസ് ചെയ്യുന്നത്. റിലയൻസ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ബന്ധൻ ബാങ്ക് എന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. JSW സ്റ്റീൽ, ആർതി ഡ്രഗ്സ്, അതുൽ, ഹിന്ദുസ്ഥാൻ സിങ്ക്, ഇന്ത്യ മാർട്ട്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്,
L&T ഫിനാൻസ്, മഹീന്ദ്ര EPC ഇറിഗേഷൻ, മാസ്റ്റെക്, മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽസ്, ഒപ്പം ഇൻഡോ സോളാർ എന്നീ കമ്പനികൾ റിസൾട്ടുകളാണ് ഇന്ന് വരാനിരിക്കുന്നത്. ഇനി നാളെ വരാനിരിക്കുന്നത് HDFC ബാങ്ക്, ICICI ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, RBL ബാങ്ക്, യെസ് ബാങ്ക്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ക്യാൻഫിൻ ഹോംസ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇപാക് ഡ്യൂറബിൾസ്, ഇന്ത്യ സിമൻസ്, JK സിമൻസ്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, റൊസാരി ബയോടെക്, റിലയൻസ് പവർ, അതോടൊപ്പം റിലയൻസ് പവർ എന്നീ കമ്പനികളുടെ റിസൾട്ടുകളാണ് നാളെ അനൗൺസ് ചെയ്യാനിരിക്കുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും നമുക്ക് മൺഡേ ആണ് റിഫ്ലക്റ്റ് ആവുക, കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുക. പക്ഷേ ഇന്ന് തന്നെ നമുക്കതിൻ്റെ ഈ ബാങ്കിങ് സ്റ്റോക്കുകളിലൊക്കെ തന്നെ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിരുന്നു. നമുക്ക് പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് റിലീസ് ചെയ്യാൻ ആക്സിസ് ബാങ്കിന് കഴിഞ്ഞിട്ടില്ല. നെറ്റ് പ്രോഫിറ്റിൽ 4% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 0.8% ഒരു മുന്നേറ്റം മാത്രമാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്രൊജക്റ്റ് ചെയ്തതിനേക്കാളും താഴെയാണ്. LTI മൈൻട്രിയുടെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിരുന്നു. സ്ട്രോങ് ആയിട്ടുള്ള നമ്പേഴ്സാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. 11% മുന്നേറ്റം പ്രോഫിറ്റിൽ ഉണ്ടായിട്ടുണ്ട്. റവന്യൂ 0.7% വർദ്ധിച്ചിട്ടുണ്ട്. വിപ്രോയുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ 2% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കുറവാണ് കോൺസ്റ്റന്റ് കറൻസി റവന്യൂവിൽ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എബിറ്റ് 0.6% വളരെ മാർജിനൽ ആയിട്ടുള്ള ഗ്രോത്ത് മാത്രമാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5 രൂപ അവരിപ്പോൾ ഇന്ററിം ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സിയറ്റ് ലിമിറ്റഡ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി 27% കുറവാണ് ലാഭത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാനം 10% ഉയർന്നതായിട്ട് ഇപ്പോൾ കമ്പനി അറിയിച്ചിട്ടുണ്ട്. ടാറ്റ കമ്മ്യൂണിക്കേഷൻസിന്റെ ലാഭം നോക്കുകയാണെങ്കിൽ 42% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാനം 6% ഉയർന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജിയോ ഫിനാൻഷ്യലിന്റെ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 4% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റവന്യൂ 46% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഓപ്പറേഷണൽ പെർഫോമൻസ് വളരെയധികം സ്ട്രോങ് ആയിരുന്നു. ഇന്ത്യൻ ഹോട്ടൽസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് 19% വർദ്ധിച്ചിട്ടുണ്ട്. വരുമാനം 32% ഉയർന്നിട്ടുണ്ട്. ഷോപ്പേഴ്സ് സ്റ്റോപ്പ് നമ്പേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ലോസ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചു. 22 കോടിയിൽ നിന്നും 15 കോടി രൂപയായിട്ട് ഇത്തവണ അവരുടെ നഷ്ടം കുറഞ്ഞിട്ടുണ്ട്. വരുമാനം പരിശോധിക്കുമ്പോൾ 8% മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. സൺടെക് റിയാലിറ്റിയുടെ ലാഭം 46% വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ വരുമാനം 40% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജിയുടെ ഓഹരി ശ്രദ്ധിക്കാവുന്നതാണ്. 38 കോടി രൂപയുടെ പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. വളരെ ശക്തമായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം 4 കോടി രൂപയായിരുന്നു അവരുടെ പ്രോഫിറ്റ് എന്നതാണ് ഇപ്പോൾ 38 കോടി രൂപയിലേക്ക് വർദ്ധിച്ചിരിക്കുന്നത്. മാത്രമല്ല വരുമാനവും 92% ഉയർന്നിട്ടുണ്ട്. ഇനി മറ്റ് സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ വെറാൻഡ ലേണിംഗ് നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഇതങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. QIP വഴി അവർ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. 380 കോടി രൂപയാണ് ഇപ്പോൾ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള റിപ്പോർട്ട് കൺഫേം ആയിട്ടുണ്ട്. ഇനി അദാനി ഗ്രൂപ്പിൽ അദാനി വിൽമർ അഗ്രി ബിസിനസിൻ്റെ സ്റ്റേക്ക് വിറ്റഴിച്ചതുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. 20% സ്റ്റേക്കാണ് അദാനി ഗ്രൂപ്പ് ഇത്തരത്തിൽ വിറ്റഴിച്ചത്. 7150 കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് കഴിഞ്ഞ സെഷനിൽ മാർക്കറ്റ് അവേഴ്സിൽ തന്നെയായിരുന്നു റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരിയിൽ ഇന്നും നമുക്കതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കാണാവുന്നതാണ്. 322 കോടി രൂപയാണ് ഇപ്പോൾ ലാഭമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 10% മുന്നേറ്റമാണ് ലാഭത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കുറഞ്ഞിട്ടുണ്ട്. 4% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഓഹരികൾ നോക്കാം. ഷോർട്ട് ടേമിലേക്കാണ് പറയുന്നത്. അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഓഹരിയാണ് RR കേബിൾ ആണ് അതിലൊന്ന്. 1461 രൂപയ്ക്ക് മുകളിൽ വാങ്ങാവുന്നതാണ്. 1417 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. 1550 രൂപയാണ് ടാർഗറ്റായിട്ട് പ്രതീക്ഷിക്കേണ്ടത്. പരാഗ് മിൽക്ക് ഫുഡ്സ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. 251 രൂപയ്ക്ക് മുകളിൽ വാങ്ങാവുന്നതാണ്. 236 രൂപയാണ് സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 281 രൂപയിലാണ് ടാർഗറ്റായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. ഈ രണ്ട് സ്റ്റോക്കുകളും ബൊണാൻസയിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്.
ഇനി മറ്റ് 2 സ്റ്റോക്കുകൾ കൂടി നോക്കാം. അതിലൊന്ന് ഓയിൽ ഇന്ത്യയാണ്. ഓയിൽ ഇന്ത്യ ലിമിറ്റഡിൽ നമുക്ക് 446 രൂപയ്ക്ക് മുകളിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. ലോങ് പൊസിഷനാണ് പറയുന്നത്. 435 രൂപയ്ക്ക് താഴെയായിട്ടാണ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 465 രൂപയിലേക്ക് എത്തുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 4% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത്. ഷാൽറ്റ് ഹോട്ടൽസ് ആണ് മറ്റൊരു സ്റ്റോക്ക്. 928 to 922 രൂപ റേഞ്ചിൽ നമുക്ക് പൊസിഷൻ എടുക്കാവുന്നതാണ്. 894 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. 987 രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഏകദേശം ഒരു 7% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത്.